എൻ.കെ. പ്രേമേന്ദ്രൻ എം പി ഉണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം. പക്ഷേ എൻ.കെ. പ്രേമേന്ദ്രൻ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു ഇടക്കാല ബജറ്റാണ്. 2019 ഇത്തരം ഒരു ഇടക്കാല ബജറ്റിലാണ് ഈ കിസാൻ സമ്മാൻ യോജന പോലുള്ള വലിയ പദ്ധതി, അതൊരു വലിയ പദ്ധതിയാണ്. കാരണം വർഷം 6000 രൂപ കർഷകർക്ക് നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. ആ പദ്ധതി പ്രഖ്യാപിക്കാനിടയായ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കണം. കർഷക സമരങ്ങൾ രാജ്യത്ത് എമ്പാടും വലിയ തോതിൽ ശക്തി പ്രാപിച്ചു വരുന്നൊരു സമയത്താണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇക്കുറി ഒരു തരത്തിലും അങ്ങനെ ഒരു വലിയ പദ്ധതികളില്ല എന്ന് മാത്രമല്ല, ഈ ഇന്ന് അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിനെ ഒരു തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ഒന്നുമില്ല. മറ്റൊരു കാര്യം, പതിവിന് വിപരീതമായി ബജറ്റിന് മുമ്പ് എക്കണോമിക് സർവേയോ എക്കണോമിക് റിവ്യൂയോ അവതരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ മുമ്പിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. ഇന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞ ചില വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് എന്നല്ലാതെ, അതായത് ധനക്കമ്മി 5.8 എന്ന ഒരു വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് എന്നല്ലാതെ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സുകളൊന്നും നമ്മുടെ മുമ്പിലില്ല. ഇതിന് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഈ ബജറ്റിനെ? സത്യത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി സഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒരു പൂർണ്ണ ബഡ്ജറ്റ് അല്ല. തികച്ചും എനിക്ക് തോന്നുന്നു അവരൊരു ഭരണഘടനാനുസൃതമായി തങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ചുമതല നിർവഹിച്ചു എന്നതിനപ്പുറത്തേക്ക് ഭാവനാസമ്പന്നമായിട്ടുള്ള ഏതെങ്കിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തുകയോ ചെയ്തില്ല എന്നുള്ളത് ഞാനൊരർത്ഥത്തിൽ അതിനെ ന്യായീകരിക്കുകയാണ്. കാരണം അതിനുള്ള പൊളിറ്റിക്കൽ മാൻഡേറ്റ് ഈ ഗവൺമെൻറ് ഇല്ല. ഈ ഗവൺമെൻറ് എന്നല്ല, ഒരു ഗവൺമെൻറ്റുമില്ല. കാരണം മാർച്ച് 1-ാം തീയതിയോ 10-ാം തീയതിയോ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പുതുതായി ഒരു സംരംഭവും ആരംഭിക്കാൻ കഴിയില്ല. മെയ് മാസം പകുതിയോടുകൂടി അല്ലെങ്കിൽ 25 പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരും. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഒരിക്കലും ശുഭകരമല്ല എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നടത്തി അവരെടുത്തിട്ടുള്ളൊരു പൊതു മാനദണ്ഡം അല്ലെങ്കിൽ ആ കാര്യത്തിലെടുത്ത പൊതുവീക്ഷണത്തോട് ഞാൻ യോജിക്കുകയാണ്. പിന്നെ ചില കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും 10 വർഷക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ വിശദീകരിക്കാനാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി കൂടുതൽ സമയമെടുത്തിട്ടുള്ളത്. അങ്ങനെ വിശദീകരിക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ മൗലികമായ അടിസ്ഥാനപരമായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ അതിനെ സംബന്ധിച്ചുള്ള കേവലമായ പരാമർശം പോലുമില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള സ്ഥിതിയാണ്. എന്താണ് മൗലികമായ ജനകീയ പ്രശ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇൻഫ്ലേഷനാണ്. നാണയപ്പെരുപ്പം മൂലമുണ്ടാകുന്ന വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ ദുരിതപൂർണമായി തീരുന്ന ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കൺസേണോടുകൂടി അഡ്രസ്സ് ചെയ്യേണ്ടുന്ന വിഷയങ്ങളിലൊന്നായിരുന്നു വിലക്കയറ്റം എന്നുള്ളത്. ആ വിലക്കയറ്റം എന്ന വിഷയത്തിൽ 2014 മുതൽ 2024 വരെയുള്ള സ്ഥിതിയിൽ വന്നിട്ടുള്ള മാറ്റം, ഇപ്പോൾ 6% ഇൻഫ്ലേഷൻ റേറ്റ്. 6.8% 6% കുറഞ്ഞു എന്നുള്ളത് കേവലമായിട്ടുള്ള ആശ്വാസമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും പറഞ്ഞിട്ടുള്ളത് 6% ഒരു കാരണവശാലും അധികരിച്ചു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ തന്നെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഇൻഫ്ലേഷനെ കുറിച്ച് അല്ലെങ്കിൽ പ്രൈസ് റൈസ്, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നമാണ്. ഇത്രയേറെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടും മൂലധന ചെലവുണ്ടായിട്ടും അതിനനുസരിച്ച് തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതും ആശങ്ക ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ പ്രതിപാദ്യം നേട്ടങ്ങളുടെ പട്ടികയിൽ കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. നേട്ടങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതുകൂടി പറയണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമായി ഗവൺമെൻറ് ചിത്രീകരിച്ചത് 25 കോടി ജനങ്ങളെ നീതി ആയോഗിൻ്റെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡിക്കേറ്റേഴ്സ് അനുസരിച്ച് 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു മറ്റൊരു പ്രധാനപ്പെട്ട അവകാശവാദമാണ്. ആ അവകാശവാദം ഉന്നയിക്കുമ്പോൾ തന്നെ 80 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്നുണ്ട്. 13.8 കോടി ജനങ്ങൾ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ്റെ ഭാഗമായി ബെനിഫിറ്റ് ലഭിക്കുന്നവരാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു പൊരുത്തക്കേട് വല്ലാതെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അത് കഴിഞ്ഞ ബഡ്ജറ്റ് സമയത്ത് ഞങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. യുക്തിസഹമായിട്ടുള്ളൊരു വിശദീകരണം ഇനി ഗവൺമെന്റ് ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. 80 കോടി ജനങ്ങൾക്കാണോ 80 ലക്ഷം ഇടക്കാല ബഡ്ജറ്റ് എന്ന നിലയിൽ 80 കോടി ജനങ്ങൾക്ക് 80 കോടി ജനങ്ങൾ 80 കോടി ജനങ്ങൾ. അതാണ് രാജ്യത്തെ ഏതാണ്ട് 60-70% വരുന്ന ജനങ്ങൾ ഇപ്പോഴും സൗജന്യ റേഷൻ അത് ലഭിക്കുന്നവരായി നിൽക്കുമ്പോഴാണ് ഈ പറയുന്നത് പോലെ നിലവിലുള്ള പട്ടിണി ഈ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൻ്റെ
മാനദണ്ഡങ്ങൾ അനുസരിച്ച് 9 ഇൻഡിക്കേറ്റേഴ്സാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് നീതി ആയോഗ് നിശ്ചയിച്ചിട്ടുള്ളത് പറഞ്ഞതനുസരിച്ച് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 25 കോടി ജനങ്ങൾ അതിന് പുറത്തു വന്നു എന്നുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് നിലനിൽക്കുന്ന വൈരുദ്ധ്യമാണ്. അതിനൊരു യുക്തിസഹമായിട്ടുള്ള വിശദീകരണമില്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പ്രത്യേകിച്ചും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ, മൂലധന ചെലവിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ മൂലധന നിക്ഷേപം, പൊതുമൂലധന നിക്ഷേപം നന്നായി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ആനുപാതികമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല. അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകേണ്ടത്, കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ജനറേറ്റ്സ് എംപ്ലോയ്മെൻ്റ് എന്നാണ്. തൊഴിൽ സൃഷ്ടിക്കുന്നത് മൂലധന നിക്ഷേപത്തിലൂടെയാണ്. പക്ഷേ അതിന് ആനുപാതികമായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ്. അതൊക്കെ ഈ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി വിലയിരുത്തപ്പെടേണ്ടുന്ന പ്രശ്നങ്ങളാണ് എന്നാണ് എൻ്റെ വിശ്വാസം. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചൊരു ഡീറ്റെയിൽഡ് സ്ക്രൂട്ടണി നടത്താൻ കഴിയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാമ്പത്തിക സർവേ, വാർഷിക സാമ്പത്തിക സർവേ എന്ന് പറയുന്നത് ഒടുവിലത്തെ സാമ്പത്തിക വർഷത്തിൻ്റെ, അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഇമ്പാക്റ്റ് ഉൾപ്പെടെയും അതിന് മുമ്പത്തെ സാമ്പത്തിക വർഷത്തിൻ്റെ സ്ഥിതിയും എല്ലാം കൂടി വെച്ചുകൊണ്ട് നടത്തുന്നൊരു ശാസ്ത്രീയമായിട്ടുള്ള വിലയിരുത്തലാണ്. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അതോറിറ്റി ചെയ്യുന്നു എന്നാണ് വകുപ്പ്. തീർച്ചയായിട്ടും ധനകാര്യ വകുപ്പിൻ്റെ കീഴിലുള്ളതാണെങ്കിലും ഒരു സ്വതന്ത്രമായിട്ടുള്ള പഠനമെന്ന നിലയിലാണ് നമ്മൾ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അങ്ങനൊരു റിപ്പോർട്ടില്ല. മറിച്ച് ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച 10 വർഷക്കാലത്തെ എക്കണോമിക് റിവ്യൂ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ഒരു അവലോകനത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഇന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു വൈറ്റ് പേപ്പർ, ഒരു ധവളപത്രം പുറപ്പെടുവിക്കുമെന്നാണ്. അപ്പോൾ എന്തോ ധവളപത്രത്തിൻ്റെ പിന്നിൽ, കാരണം ബഡ്ജറ്റ് ഏറ്റവും വലിയ വൈറ്റ് പേപ്പറാണ്. സാധാരണഗതിയിൽ ബഡ്ജറ്റിനും അപ്പുറത്ത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ ഉണ്ടാകുമ്പോൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ് വൈറ്റ് പേപ്പർ. ഇവിടെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ 10 വർഷക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും വൈറ്റ് പേപ്പർ കൊണ്ടത്. അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിന് എന്ത് പ്രസക്തിയാണ് ഇപ്പോൾ ഉള്ളത്? കാരണം ഗവൺമെൻറ് ഈസ് വെരി കോൺഫിഡൻറ്റ്. അവർ പറയുന്നു ഒരു പോരായ്മകളുമില്ല, അതുകൊണ്ട് തന്നെ റെക്ടിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അത് ഉണ്ടാകുമല്ലോ. അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ധവളപത്രം പുറപ്പെടുവിക്കുന്നതിൻ്റെ സാഹചര്യം എന്ത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല.